CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വരുന്നത്. ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്ത്. ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പുറത്തിറക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കേണ്ട എല്ലാ ആവശ്യമായ ചർച്ചകളുടെയും നടപടിക്രമങ്ങളുടെയും എല്ലാം തുടർച്ചയായി ഈ കഴിഞ്ഞ 8-ാം തീയതി ഇവിടെ കൂടിയ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ച പട്ടികയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള LDF തീരുമാനപ്രകാരവും അതാണ് ശരി എന്നുള്ള ഇടതുപക്ഷ ബോധ്യവും കൊണ്ട് നിങ്ങൾ ഈ പ്രഖ്യാപനം വരാൻ കാത്തിരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ LDFന്റെ സ്ഥാനാർത്ഥികളായി 25 പേർ രംഗത്തുണ്ടായിരിക്കും. ഈ 25 പേർ LDFന്റെ എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകരുടെ കൂടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഔദ്യോഗികമായി തന്നെ ഈ നിമിഷം മുതൽ രംഗത്തുണ്ടാകും. മറ്റാരുണ്ട് LDF അല്ലാതെ? ആ മുദ്രാവാക്യം നാടാകാൻ തുടങ്ങുന്നുണ്ട്. അത് LDFന്റെ ആത്മവിശ്വാസ പ്രഖ്യാപനമാണ്. അത് LDF രാഷ്ട്രീയത്തിന്റെ കരുത്തിന്റെ പ്രഖ്യാപനമാണ്. LDFന്റെ 3-ാം എഴുത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ജനങ്ങളുടെയും മനസ്സിലെ വികാരമാണ് ആ മുദ്രാവാക്യമായി LDF ഉയർത്തി കാണിക്കുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ? അപ്പുറത്ത് UDFും BJPയും ഉണ്ടെന്ന് പറയാം. ആ പേരുകൾ രണ്ടായി പറയണമോ അതോ ഒന്നായി പറയണമോ എന്ന് എനിക്ക് ഉറപ്പില്ല, ആർക്കും ഉറപ്പില്ല. രണ്ടായി തോന്നിക്കാമെങ്കിൽ പോലും ഒന്നിച്ചാണ് അവരെപ്പോഴും LDFനെ നേരിട്ട്. 9 കേരളത്തിൽ വിധുദിനം ഏപ്രിൽ 9 ബിനോയ് വിശ്വം CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആദ്യ പാർട്ടിയായി ആദ്യം ആര് പ്രഖ്യാപിക്കും ചോദിച്ചത് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന ഉത്തരവുമായി ബിനോയ് വിശ്വം എന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.